ഈ ചാനലുകാർ എന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം, സന്തോഷം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ലെമൺ വാലി ലൂർത്ത് നഗറിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ജനകീയ വിഷയം ചാനൽ 10 ന്യൂസ് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഏകദേശം 3 വർഷത്തിലധികമായി ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നത് വലിയൊരു പ്രയാസം തന്നെയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് വെള്ളം മാത്രമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇവിടെ എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് തന്നെയായിരുന്നു. ഈ ഒരു വാർത്ത ആദ്യമായി അധികാരികളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലൂടെ അനുയോജ്യമായ ഒരു പരിഹാരം നിലവിൽ കണ്ടെത്തിയിരിക്കുന്നു. കാലങ്ങളായി ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ദുരിതത്തിനാണ് ചാനൽ 10 ന്യൂസ് നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ പരിഹാരമായിരിക്കുന്നത്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് 13-ാം വാർഡിലെ ലെമൺ വാലി ലൂർദ് മാതാ സദ്ഗ്രാമത്തിലേക്ക് പോകുന്ന പൊതുവഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ പ്രയാസം സൃഷ്ടിക്കുന്ന വാർത്ത ചാനൽ 10 നൽകിയിരുന്നു. 3 വർഷത്തോളമായി ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയടച്ച് സ്വകാര്യ വ്യക്തി കെട്ടിടം നിർമ്മിച്ചതായിരുന്നു വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. വെള്ളക്കെട്ട് കാരണം രോഗികളും ഏറെ പ്രയാസപ്പെട്ടിരുന്നു. എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വെള്ളക്കെട്ടിന് സമീപത്തെ മതിലിൽ ദ്വാരം നിർമ്മിച്ച് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വെള്ളക്കെട്ടിന് പരിഹാരമായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. നമ്മളോടൊപ്പം ഈ ഒരു പ്രദേശവാസി കൂടിയായ ജോണി ചേരുകയാണ്. നമ്മൾ ആദ്യമായി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രയാസങ്ങൾക്കിടയിലും അദ്ദേഹം അനുഭവിച്ച വലിയ പ്രയാസങ്ങൾ അന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്, അന്ന് തുറന്നു പറഞ്ഞത് കൂടെയാണ്. എന്തായാലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 3 വർഷത്തിലധികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത്? ഈ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ആദ്യമായിട്ട് പറയുന്നത് ചാനൽ 10 എന്ന് പറയുന്ന ചാനലോടുകാരാണ്. എനിക്ക് സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അന്ന് എടുത്ത ആ റിപ്പോർട്ട് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഈ അന്നത്തെ ആ വെള്ളത്തിൻ്റെ ആ കെട്ടുപാടുകൾ ഉള്ളതുകൊണ്ട് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം ഈ സ്റ്റിക്ക് എടുത്ത് അപ്പുറത്തോട്ടൊന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം ആ ശക്തി കൊണ്ട് എനിക്ക് ഈ സ്റ്റിക്കും കൂടി എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ ചാനലുകാർ എന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് ഈ സ്റ്റിക്കിൻ്റെ പകുതി വരെ എനിക്ക് വെള്ളം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വീഴാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് പിന്നെ എല്ലാവരും ഇടപെട്ടിട്ട് ഈ വെള്ളം ഇവിടുന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ചാനൽ 10കാരോട് എനിക്ക് വളരെയധികം എനിക്ക് സ്നേഹവും ബഹുമാനവും എൻ്റെ സങ്കടം അവർ മനസ്സിലാക്കിയിട്ട് ഈ ചാനലുകാരോട് എനിക്ക് വളരെയധികം നന്ദി പറയുകയാണ്. വർഷങ്ങളായി അദ്ദേഹവും ഈ നാട്ടുകാരും അനുഭവിച്ച വലിയൊരു ദുരവസ്ഥയ്ക്ക് ചാനൽ 10 ന്യൂസ് നൽകിയ വാർത്ത പരിഹാരമായതിന്റെ സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ലൂർദ് നഗറിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.